നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ച് മോഡേൺ ഹിസ്റ്ററിയും മെഡിവൽ ഹിസ്റ്ററിയും ഇന്ത്യയുടെ മോഡേൺ ആൻഡ് മെഡിവൽ ടൈംസ് ഫസ്റ്റ് ഇൻഡിപെൻഡൻസ് എറ ഒക്കെ ആയിട്ട് ഉള്ള ജനറൽ നോളജിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഇതിലൊരു 90-95% ക്വസ്റ്റ്യൻസ് ആൻഡ് കോൺസെപ്റ്റ് നിങ്ങൾ എന്തായാലും കേട്ടിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ് ഓൾറെഡി. മേ ബി ആൻസേഴ്സ് ഉറപ്പില്ലായിരിക്കാം, ചില തീയതികൾ വർഷങ്ങൾ ഉറപ്പില്ലായിരിക്കാം, പക്ഷെ എന്തായാലും കേട്ടിട്ടുള്ള സംഭവങ്ങൾ തന്നെയായിരിക്കും. പുതിയതായിട്ടുള്ളത് കുറവുമാണ്, കാരണം മോസ്റ്റ്ലി സ്കൂളിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇൻഡിപെൻഡൻസിനെ കുറിച്ചിട്ടും അതുപോലെ പഴയ എംപയേഴ്സ്, മീഡിയൽ ടൈമിന്റെ ഇന്ത്യയിലെ എംപയേഴ്സ്, മുഗൾ ഡൈനാസ്റ്റി, ഗുപ്ത എറ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അപ്പൊ അതിന്റെ GK ആൻഡ് കറന്റ് അഫയേഴ്സ് സെഷനിൽ ഇന്ന് കുറച്ച് ഹിസ്റ്ററിയാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ കൂടെ ആൻസേഴ്സും പറഞ്ഞു പോവാം. ഓക്കെ, അപ്പൊ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കാണാലോ നിങ്ങൾക്ക് എല്ലാവർക്കും? ഹലോ, കാണാം. എന്താണ് ആൻസർ? എന്താണ്? മഹാത്മാഗാന്ധി വാസ് ബോൺ ഇൻ ഏത് വർഷമാണെന്നാണ് ചോദിക്കുന്നത്. ഫാദർ ഓഫ് ദി നേഷൻ ജനിച്ച വർഷവും മരിച്ച വർഷവും ഒക്കെ അറിയണ്ടേ? മഹാത്മാഗാന്ധി വാസ് ബോൺ ഇൻ 1869. ഓപ്ഷൻ എ ആണ് ആൻസർ കേട്ടോ. അതിൻ്റെ ഒപ്പം ഇങ്ങനെ കുറെ അടുത്തടുത്തുള്ള വർഷങ്ങൾ തന്നെയാണ്. 1869 മഹാത്മാഗാന്ധി ജനിച്ചത്, മരിച്ചത് 1948 ആണ്. ഇതൊക്കെ നമ്മുടെ ഫാദർ ഓഫ് ദി നേഷൻ ആയതുകൊണ്ട് ഈ വർഷങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഡേറ്റ് എന്താണ്? മഹാത്മാഗാന്ധിയുടെ ജന്മദിനം എന്നാണ്? ജന്മദിനം അറിയില്ല? ഒക്ടോബർ 2 കേട്ടിട്ടുണ്ടോ? അക്ഷര, അർച്ചന, ഹലോ, ക്ലാസ്സിലുള്ളവര് ക്ലാസ് കേൾക്കുന്നില്ല എന്നാണോ? ഹലോ, okay, so that was about Mahatma Gandhiയുടെ ബർത്ത് ഇയർ 1869. ആൻഡ് അതിന്റെ ഡേറ്റ് നമ്മൾ പറഞ്ഞത് October 2 ആണ് മഹാത്മാഗാന്ധിയുടെ ജന്മദിനം. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ
സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്ന റിവോൾട്ട് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഇപ്പൊ സിവിൽ വാർ, റിവോൾട്ട് ഓഫ് 1857, പെസന്റ് അപ്രൈസിംഗ്, ബംഗാൾ റിവോൾട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ റിവോൾട്ട് ഓഫ് 1857 ആണ്. നമ്മുടെ സിപ്പോയ് മ്യൂട്ടിനി എന്ന് പറയുന്ന റിവോൾട്ട് ഓഫ് 1857 ആണ് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രാജാറാം മോഹൻ റോയ് ഫൗണ്ടഡ് ദ ബ്രഹ്മോ സമാജ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ നമുക്ക് അറിയപ്പെടുന്ന ഒരു സോഷ്യൽ റിഫോമർ ആണ് ഫ്രം 19th സെഞ്ചുറി ഇന്ത്യയിലെ രാജാറാം മോഹൻ റോയ്. ആൻഡ് അദ്ദേഹം ഫൗണ്ട് ചെയ്ത ബ്രഹ്മ സമാജ് ഏത് വർഷം ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്, ആൻസർ അറിയാമോ? 1828 ആണ് നമ്മുടെ ആൻസർ, ബ്രഹ്മ സമാജ് ഫൗണ്ട് ചെയ്തതിന്റെ വർഷം. ഓക്കെ, നിങ്ങൾക്ക് ജസ്റ്റ് ചാറ്റ് ബോക്സിൽ നമ്മുടെ ഓപ്ഷൻസ് ഇട്ടാൽ മതി. നമ്മുടെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ സ്ക്രീൻ കാണാമല്ലോ. അപ്പോൾ ഏത് ഓപ്ഷനാണ്, എ ആണോ ബി ആണോ സി ഓർ ഡി എന്നുള്ളത് നിങ്ങൾക്ക് ഓപ്ഷൻസിൽ ഇട്ടാൽ മതി. കേൾക്കുന്നുണ്ടോ അക്ഷര ആൻഡ് നാസിം, അർച്ചന? ഓക്കെ, അപ്പൊ നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഒന്ന് ഇട്ടാൽ മതി നമ്മുടെ ക്വസ്റ്റ്യൻസ് വരുമ്പോ. ഓക്കെ മിസ്. കേൾക്കാലോ അല്ലേ ക്ലാസ്? കേൾക്കാം. ജസ്റ്റ് റിയാക്ഷൻ ഇട്ട് നമുക്ക് ക്ലാസ് ലൈവായിട്ട് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. കാരണം ഒന്നാമത് കറണ്ട് അഫയേഴ്സ് സെഷൻ ആണ്, അപ്പോൾ ഇറ്റ് ക്യാൻ ബി ബോറിങ്. സോ ബെറ്റർ നമ്മൾ റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരിക്കുക ക്ലാസ് ടൈമിൻ്റെ ഇടയിൽ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ നമ്മളിപ്പോൾ പറഞ്ഞത്? 1828 ആണ് നമ്മൾ പറഞ്ഞത്, രാജാറാം മോഹൻ റോയുടെ ബ്രഹ്മ സമാജ് ഫൗണ്ട് ചെയ്ത ഇയർ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ആര്യ സമാജ് ആണിത്. ഇതിലെല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ട കുറേ സോഷ്യൽ റിഫോമേഴ്സ് ആണ് കേട്ടോ. ആൻഡ് ഇതിലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആര്യ സമാജ് വാസ് ഫൗണ്ടഡ് ബൈ സ്വാമി ദയാനന്ദ സരസ്വതി. ആൻഡ് അതിൻ്റെ വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. വർഷം വരുന്നത് ഒന്നുമില്ല, 1875 ആര്യ സമാജ് ഫൗണ്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് അറിയാവുന്ന സംഭവമാണ്, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. അപ്പോൾ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത വർഷം ആണ് ഇവിടെ ക്വസ്റ്റ്യൻ. 1922 ഉണ്ട്, 1919, 1921, 1920 കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള എല്ലാ വർഷവും കൊടുത്തിട്ടുണ്ട്. ഇതിൽ 1920 ആണ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന്റെ സ്റ്റാർട്ടിങ് ഇയർ ആയിട്ട് പറയുന്നത് കേട്ടോ. സോ നമ്മൾ കുറച്ചധികം വർഷങ്ങൾ ഡിസ്കസ് ചെയ്തു. അതിലിപ്പോൾ 1920 വരെ നമ്മൾ എത്തി. ഈ വർഷത്തിന്റെ ഇമ്പോർട്ടൻസ് ആയിട്ട് പറയുന്നത് എന്താ? നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന്റെ സ്റ്റാർട്ടിംഗ് ആണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗിവ് മീ ബ്ലഡ് ആൻഡ് ഐ വിൽ ഗിവ് യു ഫ്രീഡം എന്നുള്ളൊരു കോട്ടാണ്.
സോ കോട്ടിന്റെ ഉപജ്ഞാതാവ് അല്ലെങ്കിൽ അത് പറഞ്ഞ ആള് ആരാണെന്നാണ് ചോദിക്കുന്നത്. ഇപ്പൊ സുഭാഷ് ചന്ദ്ര ബോസ്, ഭഗത് സിംഗ്, ജവഹർലാൽ നെഹ്റു, ബാൽ ഗംഗാധർ തിലക്, എല്ലാ പേരുകളും കേട്ടിട്ടുള്ള പേരുകളാണ്. ആൻഡ് അതില് ആൻസർ എന്ന് പറയുന്നത് സുഭാഷ് ചന്ദ്ര ബോസ് ആണ്. ഓക്കെ, നമ്മുടെ നേതാജി സുഭാഷ് ചന്ദ്ര ബോസ് ആണ് ഗിവ് മി ബ്ലഡ് ആൻഡ് ഐ വിൽ ഗിവ് യു ഫ്രീഡം എന്നുള്ള കോട്ട് പറഞ്ഞിട്ടുള്ളത്. സോ നെക്സ്റ്റ് നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഫൗണ്ടിങ് ഇയർ ആണ്. അതും കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ? കേട്ടിട്ടില്ലാത്ത കാര്യങ്ങളാണോ? നിങ്ങൾക്ക് ക്ലാസ് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ആരും ഒരു അനക്കവും ഇല്ല, ഒന്നും മിണ്ടുന്നില്ല. കേട്ടിട്ടുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. എന്താ സംഭവം? എന്താ? ഇന്ത്യയിലെ പൊളിറ്റിക്കൽ പാർട്ടി അല്ലേ? അത് ഫൗണ്ടഡ് ആയുള്ള വർഷം ഒക്കെ നമുക്ക് റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണോ? അല്ലേ? അതെ. അപ്പൊ എന്താണ് വർഷം എന്നൊക്കെ ഇടയ്ക്കൊക്കെ നിങ്ങളൊന്ന് സൗണ്ട് ഒക്കെ ഉണ്ടാക്കി പറ കേട്ടോ. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 1885 ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഫൗണ്ടിങ് ഇയർ. അപ്പോൾ കുറേ വർഷങ്ങൾ നമ്മളിൽ കേട്ടു. അതിലെല്ലാം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർഷങ്ങളാണ്. അഹിംസയുടെ ഫൗണ്ടേഷൻ ആയാലും ആര്യ സമാജ്, ബ്രഹ്മസമാജും ഒക്കെ ആണെങ്കിലും വർഷങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, ഇതെല്ലാം കൂടി പഠിച്ചു വെക്കാൻ വേറെ എന്തെങ്കിലും ട്രിക്ക് നേരെ കിട്ടണല്ലോ. അതൊക്കെ പഠിക്കേണ്ട കാര്യങ്ങൾ തന്നെ ആയിപ്പോയി, അതാണ് പ്രശ്നം. എന്തെങ്കിലും ട്രിക്കൊക്കെ ഉണ്ടോന്ന് എല്ലാം ഓർത്ത് വെക്കാന്? സോഷ്യൽ റിഫോമേഴ്സിന്റെ ടൈം എല്ലാം കുറച്ചടിച്ച് അടുത്തടുത്താണ്. 1818 മിക്കവാറും ഒക്കെ വരാറ്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ഓർത്തിരിക്കാം. ബട്ട് സ്റ്റിൽ കുറച്ച് ബൈഹാർട്ട് പഠിക്കുന്ന സാധനമാണ് ഈ വർഷങ്ങൾ എന്ന് പറയുന്നത്. നമുക്കത് ഒരു ചാർട്ട് പോലെ, ഇപ്പോൾ ടൈം ലൈൻ പോലെയൊക്കെ എഴുതിയൊക്കെയാണ് സാധാരണ ഹിസ്റ്ററി പഠിക്കുമ്പോൾ. മോഡേൺ ഹിസ്റ്ററിയിൽ നമുക്ക് ഇൻഡിപെൻഡൻസിന്റെ ടൈമിൽ 1819 മാത്രമല്ലേ എഴുതാറുള്ളൂ. അപ്പം അത് നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ തന്നെ കുറേ ടൈം ലൈൻസിന്റെ പിക്ചേഴ്സ് തന്നെ കിട്ടും. അത് തന്നെ ഡൗൺലോഡ് ചെയ്ത് വെക്കാം, അങ്ങനത്തെ തന്നെ നോക്കി നോക്കി പഠിക്കാം. ഓക്കെ, പക്ഷെ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളൊന്നും തൽക്കാലം ഇതിനകത്തില്ല. അപ്പോൾ ഇതൊക്കെ അങ്ങോട്ട് ബൈഹാർട്ട് പഠിച്ചോളാം. ഓക്കെ, ഓക്കെ അല്ലേ? പഠിക്കൂല എന്നാണോ? ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അശോക ബിലോങ് ടു വിച്ച് ഡൈനാസ്റ്റി? ഗുപ്ത, മൗര്യ, മുഗൾ ആൻഡ് കുഷൻ ഡൈനാസ്റ്റീസ് ഉണ്ട്. അതിൽ അശോക ബിലോങ്സ് ടു മൗര്യ. അശോകയോ? ഉറപ്പാണോ? ഉറപ്പിക്കട്ടെ? മൗര്യ ഡൈനാസ്റ്റി ഒക്കെ തന്നെയാണ് കേട്ടോ. അശോക പില്ലർ, അശോക ഇൻസ്ക്രിപ്ഷൻസ് ഒക്കെ ഇട്ടിട്ടില്ലേ? സെയിം അശോക തന്നെയാണ്. എല്ലാ ഡൈനാസ്റ്റീസും ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്തെ പ്രധാനപ്പെട്ട എംപറേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ അശോക ബിലോങ്സ് ടു നമ്മുടെ മൗര്യ ഡൈനാസ്റ്റി. ആൻഡ് നെക്സ്റ്റ്, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് കേട്ടിട്ടുണ്ടാവണം. അതിലെ ലോഞ്ച്ഡ് ഇൻ വിച്ച് ഇയർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ 9th ക്വസ്റ്റ്യൻ. 1940, 1945, 42 and 39. നമ്മുടെ ഇൻഡിപെൻഡൻസ് അടുക്കാറാവുന്ന സമയത്താണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റും കൂടെ വരുന്നത് അല്ലേ? അതിന്റെ ആൻസർ എന്ന് പറയുന്നത് 1942 ആണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ ലോഞ്ചിങ് ഇയർ. സോ 10th ക്വസ്റ്റ്യൻ. ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. വെരി ടഫ് ക്വസ്റ്റ്യൻ. ആരാണ്? ആരാ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ? ആരാ? ജവഹർലാൽ നെഹ്റു. എന്താ പിന്നെ എല്ലാവർക്കും ഒരു ആലോചന പറയാനും പറയണ്ടാത്തതിനും?
ഓക്കെ, സോ ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഫാദർ ഓഫ് ഇന്ത്യൻ അൺറെസ്റ്റ് റെഫേഴ്സ് ടു. കേട്ടിട്ടുണ്ടാവാമായിരിക്കാം. ഓക്കെ, ഹു ഇസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ അൺറെസ്റ്റ് എന്ന് പറയുന്ന ആള് ആരാന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ആൻസർ വരുന്നത് 11A ആണ്. ഈ ലാൽപാൽ ബാലിലുള്ള എല്ലാവരെയും കുറിച്ചിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ബാൽ ഗംഗാധർ തിലക്കിനെയാണ് നമ്മൾ ഫാദർ ഓഫ് ഇന്ത്യൻ അൺറെസ്റ്റ് എന്ന് ചോദിക്കുമ്പോൾ ഓർക്കേണ്ടത്. ഓക്കെ, അതില് ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ് ആയിട്ട് റിലേറ്റ് ചെയ്തുള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഹു ഫൗട്ട് ബ്രേവ്ലി ഇൻ റിവോൾട്ട് ഓഫ് 1857 എന്ന് വെച്ചിട്ട് നമ്മൾ കുറച്ച് എന്താ ഫേമസ് ഫീമെയിൽ പേഴ്സണാലിറ്റീസ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് എറ കൊടുത്തിട്ടുണ്ട്. അതിൽ ആരാണ് ഈ റിവോൾട്ട് ഓഫ് 1857 ഉണ്ടാവുക? ഞാൻ തന്നെ ചോദ്യം ഞാൻ തന്നെ ഉത്തരവായാലും ഒരു രസമില്ലല്ലോ ഇവിടെ. റാണി ലക്ഷ്മിബായി ഒക്കെ ആയിരിക്കില്ലേ 1857 എന്നൊക്കെ പറയുമ്പോൾ? ആ അല്ലേ, ബാക്കിയുള്ളവരുടെ ലൈഫ് സ്പാൻ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ 1857 ഫൈറ്റ് ചെയ്യാനുള്ള പ്രായമൊന്നും ആനി ബെസന്റിനായിട്ടില്ല. ഇന്ദിരാഗാന്ധിയൊക്കെ ജനിച്ചിട്ട് പോലുമില്ല. അപ്പോൾ ഇതിൽ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് റാണി ലക്ഷ്മിബായി ആണ് അല്ലേ. ആൻഡ് 13th ക്വസ്റ്റ്യൻ, ഭഗത് സിംഗ് വാസ് എക്സിക്യൂട്ടഡ് ഇൻ. ഈ അടുത്തായിരുന്നു ഷഹീദ് ദിവസ് ഒക്കെ ഉണ്ടായിരുന്നത് മാർച്ചിൽ. സോ അതിന്റെ വർഷമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഭഗത് സിംഗ് വാസ് എക്സിക്യൂട്ടഡ് ഇൻ കൺസിക്യൂട്ടീവ് ഇയേഴ്സ് ആണ് എല്ലാം കൊടുത്തിരിക്കുന്നത്. 1931 ആണ് ആൻസർ ഇതിനകത്ത് വരുന്നത്. ഭഗത് സിംഗും മറ്റ് നമ്മുടെ നേതാക്കളും ഒക്കെ കൂടെ എക്സിക്യൂട്ടഡ് ആവുന്ന ഷഹീദ് ദിനം വരുന്നത് 1931 ഓക്കെ, അതും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് റെവല്യൂഷണറീസിന്റെ കാര്യങ്ങളിൽ. ഓക്കെ, ആൻഡ് 14th ക്വസ്റ്റ്യൻ, റൗലറ്റ് ആക്ട് വാസ് പാസ്ഡ് ഇൻ. അറിയായിരിക്കുമല്ലോ, നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കരിനിയമമാണ് റൗലറ്റ് ആക്ട് അല്ലേ. റൗലറ്റ് ആക്ട് കേട്ടിട്ടുണ്ടോ? ആ കേട്ടിട്ടുണ്ട്. അതൊക്കെ ഇത് റൗലറ്റ് ആക്ട് ഒക്കെ വരുന്ന ഒരു വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഇയറിലാണ്. 1919 തന്നെയാണ് ജാലിയൻവാല ബാഗും റൗലറ്റ് ആക്ടും നമ്മുടെ ഒരുപാട് സത്യാഗ്രഹ മൂവ്മെന്റുകളുടെ തുടക്കവും ഒക്കെ 1990s സമയമാണ്. ഇപ്പോൾ 1919 റൗലറ്റ് ആക്ട് പാസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ 15th ക്വസ്റ്റ്യൻ ഇത് തന്നെയാണ്. ജാലിയൻവാല ബാഗ് മാസക്കറിന്റെ ഡേറ്റ് ആണ് 1919 തന്നെ. എല്ലാം ഇതൊക്കെ ഒരേ വർഷമായിരുന്നു. ഏപ്രിൽ മാസത്തിലാണ്. ാണ് ഏപ്രിൽ ആണ് ആൻസർ വരുന്നത് കേട്ടോ. എന്നാണ് ജാലിയൻവാല ബാഗ് മാസക്കറൊക്കെ കേട്ടിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെയായിരിക്കും. വർഷം ഓർത്തിരിക്കുന്നുണ്ടാവും. ഇതിന്റെയൊക്കെ ഡേറ്റ്സും കൂടെ നമ്മൾ വർഷം മാത്രം ഓർത്താൽ പോലെ ഡേറ്റും കൂടെ ഓർക്കണം. ജാലിയൻവാല മാസക്കറൊക്കെ അത്രയും ക്രൂഷ്യൽ ആയിട്ടുള്ള സംഭവങ്ങളാണ്. ഓക്കെ, പിന്നെ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അയൺ മാൻ ഓഫ് ഇന്ത്യ റെഫേഴ്സ് ടു. സിമ്പിൾ ക്വസ്റ്റ്യൻ, പറഞ്ഞോ. സുഭാഷ് ചന്ദ്രബോസ്, ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ്, BR അംബേദ്കർ. സർദാർ വല്ലഭായ് പട്ടേൽ ആണ് കേട്ടോ നമ്മുടെ അയൺ മാൻ ഓഫ് ഇന്ത്യ. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് ബിഗാൻ വിത്ത് വിച്ച് ഇൻസിഡന്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. 17th ക്വസ്റ്റ്യൻ. ഇതിനകത്ത് ഇതും നിങ്ങളെല്ലാം കേട്ടിട്ടുള്ള മൂവ്മെന്റ്സ് തന്നെയാണ്. സ്വദേശി മൂവ്മെന്റ്, ക്വിറ്റ് ഇന്ത്യ, നോൺ കോപ്പറേഷൻ, ദണ്ഡി മാർച്ച് എല്ലാം. അതിൽ സിവിൽ ഡിസൊബീഡിയൻസ് വരുന്നത് 1930s തുടക്കത്തിലാണ് അല്ലേ. ആ സമയത്ത് സംഭവിക്കാൻ ഒരു ഇൻസിഡന്റേ ഉള്ളൂ, ദണ്ഡി മാർച്ച് ആണ്. അപ്പോൾ ദണ്ഡി മാർച്ച് ഗാവ് ദ ബിഗിനിങ് ടു സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് അല്ലേ. അതിന് മുമ്പേ സ്വദേശി മൂവ്മെന്റ് കഴിഞ്ഞു, എപ്പോഴോ കഴിഞ്ഞു. 1905 സ്വദേശി മൂവ്മെന്റ്, പിന്നെ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, അത് കഴിഞ്ഞ് ദണ്ഡി മാർച്ച്, സിവിൽ ഡിസൊബീഡിയൻസ്, ലാസ്റ്റ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
ഹു പ്ലേഡ് എ കീ റോൾ ഇൻ ദ റിവോൾട്ട് ഓഫ് 1857 എന്നാണ് ക്വസ്റ്റ്യൻ. ഇതിനകത്തും നമ്മൾ ടൈം ലൈൻ ആലോചിച്ചാൽ മതി. ഇവരുടെയൊക്കെ ലൈഫ് സ്പാൻ വെച്ച് തന്നെ ആലോചിക്കുമ്പോൾ സിമ്പിളായിട്ട് ഒരേ ഒരു പേര് പറയാനുള്ളൂ, മംഗൾ പാണ്ഡെ ആണ്. ഓക്കെ, ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസും അംബേദ്കറും ഒക്കെ അന്ന് ഫൈറ്റിംഗ് ഏജിലല്ല. ഓക്കെ, ആൻഡ് മംഗൾ പാണ്ഡെ, റാണി ലക്ഷ്മിബായി, ഇവരൊക്കെയാണ് നമ്മുടെ റിവോൾട്ട് ഓഫ് 1857 സമയത്ത് ഉള്ള കിങ്ഡംസിന്റെ ഒക്കെ ലീഡേഴ്സ് ആയിട്ടും ട്രൈബൽ ലീഡേഴ്സ് ആയിട്ടൊക്കെ വരുന്നത്. ആൻഡ് ദേ ഹാവ് പ്ലേഡ് എ വെരി കീ റോൾ ഇൻ റിവോൾട്ട് ഓഫ് 1857. നമ്മുടെ 19th ക്വസ്റ്റ്യൻ, ലയൺ ഓഫ് പഞ്ചാബ്. ഇത് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല, പക്ഷെ വളരെ വേണ്ടപ്പെട്ട ഒരു ആളാണ് ലയൺ ഓഫ് പഞ്ചാബ് അല്ലെങ്കിൽ പഞ്ചാബ് കേസരി എന്നൊക്കെ പറയുന്നത്. ഇറ്റ്സ് നോട്ട് ഭഗത് സിംഗ്. സിംഗ് വെച്ചിട്ട് പഞ്ചാബും സിംഗും കൂടെ റിലേറ്റ് ചെയ്യുന്ന ലാലാ ലജ്പത് റായ് ആണ് നമ്മുടെ പഞ്ചാബ് കേസരി അല്ലെങ്കിൽ ലയൺ ഓഫ് പഞ്ചാബ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, ആൻഡ് പാർട്ടീഷൻ ഓഫ് ബംഗാൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ. ആൻഡ് ഇതിന്റെ വർഷം എന്താണ്? ബംഗാൾ പാർട്ടീഷൻ പഠിച്ചിട്ടുള്ളതാണല്ലോ, എല്ലാവരും സ്കൂളിൽ പഠിച്ചിട്ടുള്ള സംഭവമാണ്. 1905 ആണോ? യെസ്, ഓക്കെ, 1905 ബംഗാൾ പാർട്ടീഷൻ. ഓക്കെ, ആൻഡ് നമ്മുടെ 21st ക്വസ്റ്റ്യൻ, ഹു ഒപ്പോസ്ഡ് ദ സതി സിസ്റ്റം എന്നാണ്. ഇവരെല്ലാവരും സോഷ്യൽ റിഫോമേഴ്സ് ആണ്. ഇതിലെ മെയിനായിട്ട് ഒരാളാണ് നമ്മുടെ സതി സിസ്റ്റം ഒപ്പോസ് ചെയ്തിരിക്കുന്നത്. ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ ഉണ്ട്, രാജാറാം മോഹൻ റോയ്, എല്ലാ പേരുകളും കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? അതിലെ സതി സിസ്റ്റത്തിന്റെ ഒപ്പോസിഷൻ ആയിട്ട് പ്രധാനമായിട്ടും നമ്മൾ സ്കൂളിലൊക്കെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ പഠിച്ചിട്ടുള്ള പേരേതാ? രാജാറാം മോഹൻ റോയ്. യെസ്, രാജാറാം മോഹൻ റോയ് ആണ്. സതി സിസ്റ്റം, ചൈൽഡ് മാരേജ് എന്നൊക്കെ കേൾക്കുമ്പോൾ രാജാറാം മോഹൻ റോയുടെ പേരാണ് വരുന്നത്. ഓക്കെ, പിന്നെ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ഡ്രാഫ്റ്റഡ് അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ്, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ഒക്കെ ചെയർമാനായി പ്രവർത്തിച്ചിരുന്നത്. വെരി വെരി ഒബ്വിയസ് ക്വസ്റ്റ്യൻസ് അല്ലേ? ആരാണ്? ബി.ആർ. അംബേദ്കർ അല്ലേ? ദ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ഡ്രാഫ്റ്റഡ് അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് ഡോക്ടർ ബി.ആർ. അംബേദ്കർ. പിന്നെ സ്വദേശി മൂവ്മെന്റിലേക്ക് തിരിച്ചു വരികയാണ്. സ്വദേശി മൂവ്മെന്റ് മെയിൻലി എൻകറേജ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആണ്. അപ്പോൾ കാണുമ്പോൾ തന്നെ ആൻസർ എന്താ അറിയാലോ? ഫോറിൻ ട്രേഡ്, ബ്രിട്ടീഷ് ഇൻഡസ്ട്രീസ്, ഇൻഡിജിനിയസ് ഗുഡ്സ്, മിലിറ്ററി എക്സ്പാൻഷൻ. എന്തിനാണ് സ്വദേശി മൂവ്മെന്റ്? പേര് തന്നെ ഉണ്ട്. എന്താണ് എൻകറേജ് ചെയ്തത്? യെസ്, വെരി ഗുഡ്, ഇൻഡിജീനിയസ് ഗുഡ്സിനെയാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യാനാണ് സ്വദേശി മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? ആൻഡ് 24th ക്വസ്റ്റ്യൻ, കബീർ ഇസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫീൽഡ് ആണ്? വാർഫെയർ, ഡിവോഷൻ, ഇക്വാളിറ്റി, അഡ്മിനിസ്ട്രേഷൻ, ട്രേഡ്. അപ്പോൾ കബീറിനൊക്കെ പോയിട്ടായിട്ടും അദ്ദേഹത്തിന്റെ കപ്ലെറ്റ്സ്, ദോഹ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കപ്ലെറ്റ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവല്ലോ സ്കൂളിലെ ഹിന്ദി പോയിന്റ്സ് ഒക്കെ. ഇതിലേതാണ് കബീർ ഇസ് അസോസിയേറ്റഡ് വിത്ത്? ഡിവോഷൻ ആൻഡ് ഇക്വാളിറ്റി ആണ് കേട്ടോ. ഹി വാസ് എ സെയിന്റ് പോയിന്റ്. ഓക്കെ, സന്ത് കബീർ എന്നൊക്കെ പറയുന്ന ആളാണ്. ആൻഡ് അടുത്തൊരു ചോദ്യം, മൗര്യ എംപയർ വാസ് ഫൗണ്ടഡ് ബൈ? മൗര്യ എംപയർ കേട്ടിട്ടുള്ളതല്ലേ? നമ്മൾ കുറച്ച് മുമ്പ് ഒരാളുടെ പേരൊക്കെ പറഞ്ഞായിരുന്നു. അതിൽ അദ്ദേഹത്തിന്റെ ഒക്കെ പൂർവികനായ ചന്ദ്രഗുപ്ത മൗര്യ ആണ് മൗര്യ എംപയർ ഫൗണ്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതിനുശേഷം ഹർഷ റൂൾഡ് ഡ്യൂറിങ് വിച്ച് സെഞ്ചുറി ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ മെഡിവൽ ഹിസ്റ്ററിയിലാണ് വരുന്നത്. ഹർഷവർദ്ധന ഒക്കെ കേട്ടിട്ടുണ്ടാകുന്ന പേരുകളാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ റൂളിംഗ് പീരീഡ് ഏത് സെഞ്ചുറിയിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരുപാട് സെഞ്ചുറി വൈസുള്ള റിലവൻസ് കൊടുക്കണ്ട, പക്ഷെ ഹർഷവർദ്ധന നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെഡിവൽ ഹിസ്റ്ററിയിലെ പേഴ്സൺ ആണ്. 7th സെഞ്ചുറിയിലാണ് ഹർഷവർദ്ധനയുടെ റൂൾ വരുന്നത്. ഓക്കെ, പിന്നെ 27, ദിന്നില്ലാഹി വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ? ഇതറിയായിരിക്കുമല്ലോ. ദിന്നില്ലാഹി കേട്ടിട്ടുണ്ടോ? എന്താ സംഭവം? സ്പിരിച്വൽ ഐഡിയോളജി അല്ലേ? അതെ അതെ അതെ. അപ്പൊ അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളാരാ? അക്ബറാണ് അല്ലേ? ഇതൊരു എന്താ, ഹിന്ദു, ഇസ്ലാം, സൊറാഷ്യനിസം, സിഖിസം, ഇങ്ങനെ കുറെ
റിലീജിയൻസ് എന്നുള്ള നല്ല ഐഡിയോളജീസ് കൂട്ടിച്ചേർത്ത് അദ്ദേഹം ഉണ്ടാക്കിയ ഒരു പുതിയ ടൈപ്പ് ഓഫ് റിലീജിയൻ തന്നെയാണ് ദിനിലാഹി. ആൻഡ് ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ അക്ബർ. ഓക്കെ, വെരി ഗുഡ്. പിന്നെ മറാത്ത എംപയർ വാസ് ഫൗണ്ടഡ് ബൈ, ഇതിൽ ഏറ്റവും പരിചയമുള്ള പേര് തന്നെ ആയിരിക്കും. എന്താണ് ആൻസർ? നിങ്ങൾ തെറ്റിപ്പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. വെറുതെ ഇപ്പൊ പറയാൻ മടിയാണെങ്കിൽ ജസ്റ്റ് ചാറ്റ് ബോക്സിൽ ഇങ്ങനെ എന്തേലും വെറുതെ ഓപ്ഷൻസ് ഒക്കെ ഇട്ടാലും മതി. ഇപ്പൊ ഞങ്ങൾ മാത്രമല്ലേ കാണാൻ പോകുന്നുള്ളൂ. എന്താണ് ആൻസർ? മറാത്ത എംപയർ വാസ് ഫൗണ്ടഡ് ബൈ 1600s മറാത്ത എംപയർ ഒക്കെ വരുന്നത്. അത്രേ ഉള്ളൂ. അപ്പോൾ ഫൗണ്ടഡ് ബൈ ശിവജി മഹാരാജ് ആണ് കേട്ടോ. ആൻഡ് 29th ക്വസ്റ്റ്യൻ, നമ്മുടെ വിജയനഗര എംപയർ വാസ് ഫ്ലറിഷ്ഡ് ഇൻ വിച്ച് പാർട്ട് ഓഫ് ദ കൺട്രി എന്നാണ്. ഇതിന്റെ ആൻസർ എന്തായാലും അറിയാം, ജസ്റ്റ് ഓപ്ഷൻ ആയിട്ടെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്തിട്ടോ. എവിടെയാ വിജയനഗര എംപയർ ഉള്ളത്? സൗത്ത് ഇന്ത്യയിലാണ് അല്ലേ? നമ്മുടെ കർണാടക ഏരിയയിലുള്ള ഹംപിയും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവല്ലോ. സോ സൗത്ത് ഇന്ത്യയിലാണ് വിജയനഗര എംപയർ ഫ്ലറിഷ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ 30th ക്വസ്റ്റ്യൻ, ടിപ്പു സുൽത്താൻ ഫൗട്ട് അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് ഇൻ വിച്ച് ഓഫ് ദ വാർസ് ആണ്? അതിൽ ആംഗ്ലോ മൈസൂർ ഉണ്ട്, മറാത്ത ഉണ്ട്, കർണാട്ടിക് വാർസ് ഉണ്ട്, സിഖ് വാർസ് ഉണ്ട്. സിഖ് വാർസ് അല്ലെന്ന് എന്തായാലും അറിയാം. അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് എന്ന് ചോദിക്കുമ്പോൾ തന്നെ വൺ സൈഡ് ആംഗ്ലോ ആണ്. അപ്പോൾ ഇതില് പുള്ളി എവിടത്തെയായിരുന്ന? മൈസൂരാണോ മറാത്തയാണോ കർണാട്ടിക് ഉത്ഭവാബിലായിരുന്നു? എവിടെയായിരുന്നു? ടിപ്പു സുൽത്താൻ അറിഞ്ഞൂടാ? ആംഗ്ലോ മൈസൂർ അല്ലേ? ആംഗ്ലോ മൈസൂർ വാർസ് ആണ് ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരും തമ്മിൽ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഖിലാഫത്ത് മൂവ്മെന്റ് ആണ്. നമ്മുടെ മഹാത്മാഗാന്ധിയൊക്കെ മുൻകൈ എടുത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ആൻഡ് ഖിലാഫത്ത് മൂവ്മെന്റ് സ്റ്റാർട്ടഡ് ഇൻ വിച്ച് ഇയർ എന്നാണ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ഇതില് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഇയർ ആണ് എന്ന് കുറെ നേരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വർഷം തന്നെയാണ് ഇവിടെ ആൻസർ. 1990. 1990 3 സംഭവങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഏതൊക്കെയാണെന്നൊന്ന് പറയാവോ? നമ്മള് 1990 പറഞ്ഞത് ജാലിയൻവാല ബാഗ്, പിന്നെ ഒരു ആക്ടിന്റെ കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു, റൗലത്ത് ആക്ട്. റൗളത്ത് ആക്ട്. ഇപ്പൊ ഖിലാഫത്ത് മൂവ്മെന്റ്. എല്ലാം 1919 ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ റെഫേഴ്സ് ടു who among the following ആണ്? ഇതൊരു വളരെ ഫേമസ് ഇന്ത്യൻ നാഷണലിസ്റ്റ് ആണ്. ANC-യുടെ ഒക്കെ വളരെ വേണ്ടപ്പെട്ട ആളാണ്. ആരാള്? ദാദാഭായ് നവറോജി ആണ് കേട്ടോ നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റെഗുലേറ്റിംഗ് ആക്ട് വാസ് പാസ്ഡ് ഇൻ വിച്ച് ഇയർ എന്നാണ്. നമ്മുടെ കോൺവാലിസ് പ്രഭുവിന്റെ ഒക്കെ സമയത്തുള്ള ആക്ട് ആണ്. ബ്രിട്ടീഷ് ഡോമിനൻസിന് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ആക്ട് തന്നെയായിരുന്നു. ഇറ്റ് വാസ് പാസ്ഡ് ഇൻ 1773 ആണ് കേട്ടോ. ഇതും ദ റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 തന്നെയാണ് ആക്ടിന്റെ പേര് തന്നെ. അപ്പൊ അതും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. നമ്മുടെ ലോയേഴ്സിന് വേണ്ടപ്പെട്ട ഒരു ആക്ട് തന്നെയാണ് റെഗുലേറ്റിംഗ് ആക്ട്. പിന്നെ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാസ്റ്റ് വൈസ്രോയ് ഓഫ് ഇന്ത്യ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുമ്പോ ആരായിരുന്നു വൈസ്രോയി എന്നറിയോ? മൗണ്ട് ബാറ്റൻ. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോ മൗണ്ട് ബാറ്റൻ പ്രഭുവാണ് നമ്മുടെ ലാസ്റ്റ് വൈസ്രോയ് ഓഫ് ഇന്ത്യ എന്നായിട്ട് വരുന്നത്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദണ്ഡി മാർച്ച് ബിഗാൻ ഓൺ, ദണ്ഡി മാർച്ചിന്റെ ബിഗിനിങ്ങും എൻഡ് ഡേറ്റും ഒക്കെ ഡേറ്റ് ഓഫ് ദ ഈവന്റ് വെരി ക്രൂഷ്യൽ. ഒന്നാമത് നമ്മുടെ ഈ സമയത്ത് മാർച്ച് ഏപ്രിലാണ് ഈ സംഭവം ഉള്ളത് തന്നെ. അപ്പോൾ ഇറ്റ് ബിഗാൻ ഓൺ
മാർച്ചിലാണ് കേട്ടോ. ഡേറ്റ് അറിയോ? 12. യെസ്, വെരി ഗുഡ്. 12 മാർച്ചാണ്. 24 ദിവസം നീണ്ടു നിന്ന 240ഓളം മൈലുകൾ നടന്ന് ചെന്ന് ഉപ്പ് കളക്ട് ചെയ്ത് ദണ്ഡി കടപ്പുറത്തുള്ള ഒരു മാർച്ച് വിത്ത് 78-80 പീപ്പിൾ വോളണ്ടിയേഴ്സ് ഒക്കെ ചേർന്ന് നടത്തിയ ഒരു പ്രകടനം തന്നെയായിരുന്നു. 12 മാർച്ച് 1930 ആണ് ദണ്ഡി മാർച്ചിന്റെ ബിഗിനിങ് ഡേറ്റ്. വിഡോ റീമാരേജ് വാസ് സ്ട്രോങ്ലി സപ്പോർട്ടഡ് ബൈ. ഇത് സോഷ്യൽ റിഫോമേഴ്സിന്റെ കുറച്ചധികം ക്വസ്റ്റ്യൻസ് പഠിച്ചു വെച്ചേക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും മാച്ച് ദ ഫോളോയിങ്ങും ഒക്കെ ആയിട്ട് വരുന്ന സംഭവമാണ്. സഭകളും സമാജികളും ഇവരുടെ പേരും ഇവരുടെ മേജർ കോൺസെപ്റ്റുകളും. സോ വിഡോ റീമാരേജ് വാസ് സ്ട്രോങ്ലി സപ്പോർട്ടഡ് ബൈ എന്നുള്ള ക്വസ്റ്റ്യന് എന്താ ആൻസർ? ഇല്ല, രാജാറാം മോഹൻ റോയ് ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ ആണ് കേട്ടോ ഇതില് വിഡോ റീമാരേജ്. കാരണം വിഡോ റീമാരേജിന്റെ അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ആക്ട് ഒക്കെ പാസ് ചെയ്തിരുന്നു. അപ്പൊ ആ സമയത്ത് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ട് ഇടപാടുകൾ നടത്തിയിട്ടുള്ള ഒരു ആളാണ് നമ്മുടെ ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ. സോ അദ്ദേഹത്തിന് എന്താണ് ഇപ്പോൾ കിട്ടിയ ഓപ്ഷൻസിൽ നമ്മൾ ഹൂ സപ്പോർട്ട്സ് മോസ്റ്റ് ഫോർ വിഡോ റീമാരേജ് എന്നുള്ള ചോദ്യത്തിന് ഈശ്വർ ചന്ദ്ര വിദ്യാസാഗറാണ് ആൻസർ. നെക്സ്റ്റ് ട്രീറ്റി ഓഫ് അലഹബാദ് ആണ്. ഇത് എന്താ നമ്മുടെ ബംഗാളിലെ നവാബ് ആൻഡ് ബ്രിട്ടീഷ് റൂളർ ആയിട്ടുള്ള അന്നത്തെ റോബർട്ട് ക്ലീവും ബംഗാൾ നവാബും കൂടെ സൈൻ ചെയ്ത ഒരു ഏർലിയസ്റ്റ് ട്രീറ്റിയാണ്. ആൻഡ് ഇറ്റ് വാസ് സൈൻഡ് ഇൻ ഇയേഴ്സ്. ഈ ട്രീറ്റി ഓഫ് അലഹബാദും ബംഗാൾ വോറുകൾ, പ്ലാസി യുദ്ധം, ബുക്സാർ യുദ്ധം, ഇത് എല്ലാത്തിൻ്റെ വർഷം പഠിച്ചേ പറ്റുള്ളൂ. ഈവൻ വിച്ചെവർ കോമ്പറ്റേറ്റീവ് എക്സാമിനായാലും ഇതിൻ്റെയൊക്കെ ടൈം ലൈൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ട്രീറ്റി ഓഫ് അലഹബാദിന്റെ ആൻസർ വരുന്നത് 1765 ആണ് കേട്ടോ ആൻസർ വരുന്നത്. അതൊക്കെ എന്തായാലും നോട്ട് ചെയ്തോളാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് വുമൻ റൂളർ ഓഫ് ദി ഡൽഹി സുൽത്താനേറ്റ് വാസ്. കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്, അറിയോ? ഇതില് റസിയ സുൽത്താന ആണ് കേട്ടോ നമ്മുടെ ആൻസർ വരുന്നത്. ഷി വാസ് ദ ഫസ്റ്റ് അമംഗ് ദ ഡൽഹി സുൽത്താനേറ്റ് റൂളേഴ്സ് ടു ബി എ വുമൺ. അതിൽ അവര് കൊല്ലപ്പെട്ടതാണോ ആത്മഹത്യയാണോ എന്നൊക്കെ സംശയിക്കുന്നു. വളരെ ചരിത്രപ്രധാനമായിട്ടുള്ള ഒരു വനിത തന്നെയാണ്. അവരുടെ റൂളിംഗ് ആയാലും അവരുടെ ചോയ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആയാലും, പിന്നെ ഫസ്റ്റ് വുമൺ ആയതുകൊണ്ട് തന്നെ ഷി വാസ് നോട്ട് വെരി സപ്പോർട്ടഡ് ബൈ ദ മിനിസ്റ്റേഴ്സ് ഓഫ് ഡൽഹി സുൽത്താനേറ്റ്. ആൻഡ് റസിയ സുൽത്താനയാണ് ഇതിന്റെ ആൻസർ. ഇതില് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗോൾഡൻ ഏജ് ഓഫ് ഇന്ത്യ ഇസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് എംപയർ എന്നാണ് ചോദ്യം. എന്തായാലും മുഗൾ എംപയർ ഒന്നും അല്ല, അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള റീസെന്റ് ആയിട്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണല്ലോ. ഏതാണ് ഗോൾഡൻ ഏജ്? ഗുപ്ത. യെസ്, ജി എന്ന് തന്നെ ആലോചിച്ചാൽ മതി. ഗുപ്ത എംപയറിനെയാണ്, അവരുടെ കാലത്തെ റൂളിനെയാണ് നമ്മൾ ഗോൾഡൻ ഏജ് ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മുഗൾ എംപയർ വാസ് ഫൗണ്ടഡ് ഇൻ 1526 എന്നാണ്. നമ്മുടെ ലോധി, ഇബ്രാഹിം ലോധി ആയിട്ടുള്ള യുദ്ധത്തിനൊക്കെ ശേഷം 1526 അപ്പൊ ഇത് ആരാണ് ഫൗണ്ട് ചെയ്തത്? ലോധിക്കെതിരെ യുദ്ധമൊക്കെ നയിച്ച് ജയിച്ച് ഇന്ത്യയിലെ മുഗൾ ഡൈനാസ്റ്റി കൊണ്ടുവന്ന ആരാ? ബാബർ. യെസ്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബാറ്റിൽ ഓഫ് പ്ലാസിയാണ് വീണ്ടും മെഡിവൽ ഹിസ്റ്ററി ആൻഡ് ദ ബിഗിനിങ് ഓഫ് ബ്രിട്ടീഷ് എംപയർ ഇൻ ഇന്ത്യ. അപ്പോൾ ഇറ്റ് വാസ് ഫൗട്ട് ഇൻ വിച്ച് ഇയർ എന്നാണ് ചോദ്യം. ആൻസർ എന്താണ്? വർഷങ്ങൾ കുറച്ച് പ്രശ്നമാണ് അല്ലേ? ബാറ്റിൽ ഓഫ് പ്ലാസി 1757 ആണ്. ഇതൊക്കെ അങ്ങനെ തന്നെ ക്രൊണോളജിക്കലി പഠിച്ച് ബൈഹാർട്ട് ചെയ്യുക. ബാറ്റിൽ ഓഫ് പ്ലാസിയും ബുക്സാറും ട്രീറ്റീസും ഓരോ സിറാജുദ്ദൗള ആയാലും മിർ ഖാസിം ആയാലും ഇങ്ങനെയുള്ള ഓരോ റൂളേഴ്സിന്റെ ടൈം ലൈനൊക്കെ ആയാലും
ഈ ബാറ്റിൽസ് ഒക്കെയാണ് നമ്മുടെ ബ്രിട്ടീഷ് ഡൊമിനൻസ് അന്ന് ട്രേഡിംഗ് കമ്പനിയിൽ നിന്ന് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് വിങ് ആയിട്ട് മാറുന്ന യുദ്ധങ്ങളാണ് ഇതൊക്കെ, റോബർട്ട് ക്ലീവിന്റെ യുദ്ധങ്ങൾ. അപ്പൊ അതിന്റെ വർഷങ്ങളും ഇമ്പോർട്ടൻസും നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട കാര്യം തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബാറ്റിൽ ഓഫ് ബുക്സാർ ആണ്. അതിലും 1764, 63 കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള എല്ലാ വർഷങ്ങളും കൊടുത്തിട്ടുണ്ട്. അതിൽ 1764 ആണ് നമ്മുടെ ആൻസർ. ഈ ബാറ്റിൽ ഓഫ് പ്ലാസിക്ക് ശേഷം അടുത്തായിട്ട് ഉണ്ടായത് ബാറ്റിൽ ഓഫ് ബുക്സാർ ആണ്. ഇതും ബംഗാൾ ദോആബിലാണ് ഇതും സംഭവിക്കുന്നത്. സോ 2 വാറുകളും അതിനുശേഷം ഈ ബ്രിട്ടീഷ് വാസ് ലെഡ് ബൈ 2 വാറിലായാലും തന്നെ ബാറ്റിൽ ഓഫ് പ്ലാസിയിൽ ലീഡ് ചെയ്യുന്ന ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാ പേരുകളും നമ്മുടെ ഗവർണർ ജനറൽമാരായിട്ടുള്ള ആളുകളാണ്. അതിൽ ഇത് പറഞ്ഞ റോബർട്ട് ക്ലീവ് ആണ് സൈന്യാധിപനായിട്ട് അന്ന് വന്ന് ബ്രിട്ടീഷുകാരെ നയിച്ച് ഈ ബാറ്റിൽ ഓഫ് പ്ലാസിയിലായാലും ബുക്സാറിലായാലും ബ്രിട്ടീഷുകാർ ജയിക്കാനുള്ള പ്രധാന കാരണം റോബർട്ട് ക്ലീവിന്റെ നേതൃത്വമാണ്. ഓക്കെ, നെക്സ്റ്റ് റുപ്യ കറൻസി വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ആരാണ്? ഇതറിയാവോ? ഇതിന് ഉത്തരം ഇല്ല. ഇത് ഷേർഷാ സൂരിയാണ് കേട്ടോ നമ്മുടെ ആൻസർ. ഹുമയൂണിന്റെ ടൈമില് സൂരി ഡൈനാസ്റ്റി കുറച്ച് വർഷങ്ങൾ റൂൾ ചെയ്തിട്ടുള്ളൂ. പക്ഷെ അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് ട്രങ്ക് റോഡ് എന്നുള്ള കോൺട്രിബ്യൂഷനും ഈ റുപ്പിയ കറൻസിയുടെ ഇൻട്രഡക്ഷനും ഒക്കെ ഹിസ്റ്റോറിക്കലി ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതൊന്ന് ഓർത്ത് വെച്ചേക്കാം, ഷേർഷാ സൂരി. നെക്സ്റ്റ് മാർക്കറ്റ് കൺട്രോൾ പോളിസി വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ആരാന്നാണ്. ഈ ഡൽഹി സുൽത്താനേറ്റിലെ റൂളേഴ്സിനെയൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇതിൽ നമ്മുടെ മിലിറ്ററി കുറച്ചും കൂടെ പവർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് പ്രൈസ് കൺട്രോൾ കൊണ്ടുവന്ന് ഓരോ കമ്മോഡിറ്റീസിൻ്റെയും വില നിശ്ചയിച്ച് മാർക്കറ്റ് കൺട്രോൾസ്, ഈ വില ഫ്ലക്ച്വേഷനൊക്കെ കംപ്ലീറ്റ്ലി ഒരു സ്റ്റേറ്റ് കൺട്രോൾഡ് പോളിസി ആക്കി മാറ്റിയ ആള് അലാവുദ്ദീൻ ഖിൽജിയാണ്. അപ്പൊ അലാവുദ്ദീൻ ഖിൽജിയുടെ മാർക്കറ്റ് പോളിസി തന്നെയാണ് ഇതിൽ അറിയാം. മാർക്കറ്റ് പോളിസി ഓഫ് അലാവുദ്ദീൻ ഖിൽജി എന്നാണ് നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ഉള്ളത്. ആൻഡ് മറ്റ് തുഗ്ലക് ഡൈനാസ്റ്റിയിലെ റൂളേഴ്സിനും ഓരോരോ എക്കണോമിക്കൽ ഇമ്പോർട്ടൻസ് ആയിട്ട് പറയാനുണ്ട്. ഇതിലെ മാർക്കറ്റ് കൺട്രോൾ പോളിസി അലാവുദ്ദീൻ ഖിൽജിയുടെയാണ്. ഓക്കെ, നെക്സ്റ്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഇതിൽ ഓരോ ആക്റ്റും പ്രൊവൈഡ് ചെയ്യുന്ന ഓരോ ഫീച്ചേഴ്സ് ഉണ്ട്. അതിൽ കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് അല്ല എന്ന് നമുക്ക് എന്തായാലും അറിയാം. 1935 സംഭവം കിട്ടിയിട്ടില്ല. സോ ബാക്കിയുള്ളതിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ ഒരു പ്രധാന ഫീച്ചർ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് പ്രൊവിൻഷ്യൽ ഓട്ടോണമി ആണ്. അത് ഈ ആക്ടിന്റെ ശേഷമാണ് നമുക്ക് പ്രൊവിൻഷ്യൽ ഓട്ടോണമി, ഡൊമിനിയൻ സ്റ്റാറ്റസ് ഒന്നും കിട്ടിയിട്ടില്ല. ഓൺലി എന്നുള്ള ഓപ്ഷൻ വരുമ്പോഴേ നമുക്ക് എലിമിനേഷൻ തന്നെ ആയിരിക്കും അവിടെ വരിക. കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസിന്റെ സമയമായിട്ടില്ല. ആൻഡ് പ്രൊവിൻഷ്യൽ ഓട്ടോണമിയാണ് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആണ് ചോദ്യം. ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ അല്ല. ഓരോന്നും പല പല ആൾക്കാരാണ്. ഗവർണർ ജനറൽമാരെ കേട്ടിട്ടുണ്ടാവല്ലോ. അതിൻ്റെയും ഇപ്പോൾ ഓരോ പ്രധാനപ്പെട്ട ഇൻസിഡന്റുകൾ നടക്കുമ്പോൾ, ബംഗാൾ പാർട്ടീഷൻ നടക്കുമ്പോൾ ആരായിരുന്നു ഗവർണർ ജനറൽ, അതുപോലെ ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആരാണ്, ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആരാണ്, ഇന്ന ആക്ട് കൊണ്ടുവരുമ്പോൾ ആരായിരുന്നു ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ, ലാസ്റ്റ് ഗവർണർ ജനറൽ ആരാണ്, വൈസ് റോയ് ആരാണ്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും കൂടെ പഠിച്ചു വെക്കണം. ഇതും ജസ്റ്റ് ഗൂഗിൾ ചെയ്തുമ്പോൾ തന്നെ കിട്ടുന്ന ക്രോണോളജിക്കലി കിട്ടുന്ന പേരുകളാണ്. അതും കൂടെ എന്തായാലും പോയി പഠിച്ചു വെച്ചേക്കാം. സോ ഫസ്റ്റ് ഗവർണർ ജനറൽ നമ്മുടെ വാറൻ ഹേസ്റ്റിങ്സ് ആണ്, ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ. ഓക്കെ, ഇന്ത്യ എന്ന് പറഞ്ഞാൽ ബെൻഡിക്കിലേക്ക് പോകണം. കോൺവാലിസ് ഒക്കെ 1773 വരുന്നതാണ്. റോബർട്ട് ക്ലീവ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു ബാറ്റിൽസിലാണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന് പറയുന്നത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. നെക്സ്റ്റ് ഡോക്ട്രിൻ ഓഫ് ലാബ്സ് ആണ്. നമ്മുടെ തിരുവിതാംകൂർ രാജവംശം വരെ കഷ്ടപ്പെട്ട ഒരു ഡോക്ടറാണ് ഡോക്ട്രിൻ ഓഫ് ലാബ്സ്. ആൻഡ് ദിസ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഇത് ലോർഡ് ആണെന്ന് അറിയാവോ? ലോർഡ് ഡൽഹൌസി ആണ്. സോ ഡോക്ട്രിൻ ഓഫ് ലാബ്സ് ഓർക്കുമ്പോൾ കേരളത്തിന് എന്തായാലും പ്രധാനപ്പെട്ട ഒരു ഡോക്ട്രിൻ ഓഫ് ലാബ്സ് എന്നുള്ള സംഭവം. ആൻഡ് ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ലോർഡ് ഡൽഹൌസി. ഓക്കെ, നെക്സ്റ്റ് ചമ്പാരൻ സത്യാഗ്രഹമാണ്. എന്തായാലും
കേട്ടിട്ടുള്ള സംഭവമാണെന്ന് അറിയാം. ഇതിന്റെ വർഷം അറിയാവോ? 1917 ആണ് ചമ്പാരൻ സത്യാഗ്രഹ ഇന്ത്യയിൽ തിരിച്ചു വന്നതിന് ശേഷം മഹാത്മാഗാന്ധി നയിക്കുന്ന ഒരു ഫസ്റ്റ് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് വരുന്ന ഫസ്റ്റ് സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. പിന്നെയാണ് മിൽ വർക്കേഴ്സിന്റെ സത്യാഗ്രഹ അതൊക്കെ ഫോളോ അപ്പ് ചെയ്ത് വരുന്നത്. ഓക്കെ. ആൻഡ് നമ്മുടെ 50th ക്വസ്റ്റ്യൻ വീണ്ടും സോഷ്യൽ റിഫോമേഴ്സ് ആണ്. രാമകൃഷ്ണ പരമഹംസ വാസ് ദ ഗുരു ഓഫ് ഇതിൽ ആരാണ്? ഇതും ടൈം ലൈൻ വെച്ച് തന്നെ സോൾവ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. രാമകൃഷ്ണ പരമഹംസ വാസ് ദ ഗുരു ഓഫ് സ്വാമി വിവേകാനന്ദ. ഓക്കെ. സ്വാമി വിവേകാനന്ദയുടെ ഓട്ടോബയോഗ്രഫിയിലും ഒക്കെ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് രാമകൃഷ്ണ പരമഹംസയെ മീറ്റ് ചെയ്തതും അദ്ദേഹം കൊണ്ടുവന്ന ചേഞ്ചസിനെ കുറിച്ചും ഒക്കെ. ഓക്കെ. സ്വാമി വിവേകാനന്ദ, സിസ്റ്റർ നിവേദിത, രാമകൃഷ്ണ പരമഹംസ ഇതൊക്കെ കണക്ട് ചെയ്ത് ഓർത്തിരിക്കേണ്ട പേരുകളാണ്. പിന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാസ് ഫൗണ്ടഡ് ബൈ ആരാണ്? ദാദാഭായ് നവറോജി ഒക്കെ വേണ്ടപ്പെട്ട ആൾക്കാർ തന്നെയാണ് ഫൗണ്ടിങ് മെമ്പേഴ്സിൽ. എഒ ഹ്യൂം ആണ് ദ റൈറ്റ് ഫൗണ്ടർ ഓഫ് INC. അതിൽ WC ബാനർജി ഒക്കെ ആരാണ്? ഇത് കേട്ടിട്ടുണ്ടോ? എന്താ മിസ്? WC ബാനർജി ആരാണ്? ഈ പേരൊക്കെ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ഇതും INCയുടെ ഫൗണ്ടിങ്ങിലുള്ള ആൾക്കാർ തന്നെയാണ്. ഫസ്റ്റ് പ്രസിഡന്റും ആയിരുന്നു INCയുടെ. ഓക്കെ. എഒ ഹ്യൂമ, ബാനർജി, ദാദാഭായ് നവറോജി ഇവരൊക്കെ ഫൗണ്ടിങ്ങിലൊക്കെ വളരെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് ദ റിവോൾട്ട് ഓഫ് 1857 എന്നാണ്. ഇത് നമ്മൾ ഓൾറെഡി 2 പേരുകൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ടൈം ലൈൻ വെച്ച് മാത്രം ആലോചിച്ചാൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇതിലൊരാള് 1857 ജീവിച്ചിരിക്കാൻ തന്നെ സാധ്യത. ആരാണ്? ഭഗത് സിംഗ്. യെസ്, വെരി ഗുഡ്. ബാക്കിയുള്ളവരൊക്കെയാണ് അന്ന് ഫൈറ്റിംഗിൽ ഉണ്ടായിട്ടുള്ളത്. ഭഗത് സിംഗ് 1857 ജനിച്ചിട്ട് പോലും ഇല്ല. ഓക്കെ. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്വദേശി മൂവ്മെന്റ് ബിഗാൻ ആസ് എ റിയാക്ഷൻ ടു റൗലത്ത് ആക്ട്, പാർട്ടീഷൻ ഓഫ് ബംഗാൾ, ജലിയൻവാല ബാഗ്, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിൽ ഒരേ ഒരു ഇൻസിഡന്റേ ഉള്ളൂ. മറ്റു ഇൻസിഡൻസ് നടക്കുമ്പോൾ സ്വദേശി മൂവ്മെന്റ് ഓൾറെഡി കഴിഞ്ഞു. ഇതൊക്കെ ഒരുപാട് വർഷം നമ്മുടെ തുടക്കത്തിൽ ഇൻഡിപെൻഡൻസിന്റെ തുടക്കത്തിൽ 20th സെഞ്ചുറിയുടെ തന്നെ തുടക്കത്തിലുള്ള സംഭവമാണ് സ്വദേശി മൂവ്മെന്റ്. അപ്പൊ അത് ഉത്തരം വരുന്നത് പാർട്ടീഷൻ ഓഫ് ബംഗാൾ ആണ്. 1905 ബംഗാൾ പാർട്ടീഷന്റെ തൊട്ട് പുറകെ തന്നെയാണ് കേട്ടോ സ്വദേശി മൂവ്മെന്റും അനൗൺസ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷമാണ് 1919 ഈ റൗലത്ത് ആക്ടും ജലിയൻവാല ബാഗും ഒക്കെ സംഭവിക്കുന്നത്. 1942 വരെ എത്തിയിട്ടാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് സംഭവിക്കുന്നത്. ഓക്കെ. 54th ക്വസ്റ്റ്യൻ ദണ്ഡി മാർച്ച് മാർക്ക് ദ ബിഗിനിങ് ഓഫ്. വീണ്ടും ഓരോ മൂവ്മെന്റുകളാണ്. ദണ്ഡി മാർച്ച് നമ്മൾ പറഞ്ഞു 1930 ആയി. അപ്പൊ 30യുടെ എന്തായാലും ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റും അല്ല, സ്വദേശി മൂവ്മെന്റും അല്ല. നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ആണോ? അതെ. നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ആണോ ദണ്ഡി മാർച്ചിന്റെ സമയത്ത്? നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് അപ്പോഴേക്കും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇറ്റ് മാർക്ക് ദ ബിഗിനിങ് ഓഫ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് ആണ്. അപ്പോൾ അത് രണ്ടും കൂടെ ചെറുത്ത് ഓർത്ത് വെച്ചേക്കാം. പിന്നെ സ്വരാജ് ഇസ് മൈ ബർത്ത് റേറ്റ്, അത് കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇറ്റ് വാസ് ഗിവൺ ബൈ സ്വരാജ് ഇസ് മൈ ബർത്ത് റേറ്റ് വാസ് ഗിവൺ ബൈ ബാൽ ഗംഗാധർ തിലക് ആണ്. വളരെ ഫേമസ് ആയിട്ടുള്ള വളരെ കീ പോയിന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഓരോ കോഡ്സ് ഇപ്പുറത്തെ സൈഡിലും പറഞ്ഞ ആളുകൾ ഇപ്പുറത്തെ സൈഡിലും ഇട്ട് കൊടുത്താലും മാച്ച് ദ ഫോളോയിങ് അല്ലെങ്കിൽ കറക്റ്റ് കോഡ് ഏതാണെന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. അപ്പോൾ അതും കൂടെ ഓർത്ത് വെച്ചേക്കാം. ഡു ഓർ ഡൈ, സ്വരാജ് ഇസ് മൈ ബർത്ത് റേറ്റ്, ഗിവ് മീ ബ്ലഡ് ഐ ഗിവ് യു ഫ്രീഡം, ഇതൊക്കെ വളരെ ബേസിക് ആയിട്ട് എല്ലായിടത്തും ചോദിച്ചു കാണുന്ന കാര്യങ്ങളാണ്. അതും കൂടെ മാച്ച് ചെയ്ത് ഓർത്ത് വെക്കാം. ഓക്കെ. ബാൽ ഗംഗാധർ തിലകാണ് ഇവിടെ ആൻസർ. ഇനി അഗൈൻ നോട്ടിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതൊക്കെ ശ്രദ്ധിച്ച് വായിക്കാത്തതിന്റെ പ്രശ്നത്തിൽ തെറ്റിപ്പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് നോട്ട് എ സോഷ്യൽ റിഫോമർ എന്നാണ്. ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. യെസ്. ബാക്കി എല്ലാവരും സോഷ്യൽ റിഫോമേഴ്സ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. സുഭാഷ് ചന്ദ്രബോസ് ആണ് ഇതിൽ കൂട്ടത്തിൽ പെടാത്ത ആൾ. ഓക്കെ. പിന്നെ ഗുപ്ത എംപയർ സക്സീഡഡ്
വിച്ച് എംപയർ എന്നാണ്. അതില് മുഗൾ എംപയർ ഒന്നും അല്ല എന്ന് അറിയാലോ, അതിനൊക്കെ ശേഷമാണ് അല്ലേ. ഇതില് കുഷൻ എംപയർ ആയിട്ട് കൺഫ്യൂസ് ചെയ്യേണ്ട, കാരണം ഗുപ്ത എംപയർ തുടങ്ങുമ്പോൾ കുഷൻ എംപയർ കഴിഞ്ഞിട്ടില്ല മൊത്തത്തില്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് മൗര്യ എംപയർ ആണ്. മൗര്യ എംപയർ മൊത്തത്തിൽ ആ ഒരു ബംഗാൾ അവധ് ഏരിയയിൽ എൻഡ് ആയതിനു ശേഷമാണ് ഗുപ്ത എംപയർ വരുന്നത്. ഓക്കെ, മൗര്യ, ഗുപ്ത ആൻഡ് കുഷാന വേണമെങ്കിൽ നമുക്ക് കൺസിക്യൂട്ടീവ്ലി പറയാം. അതിനുശേഷം ഡൽഹി സുൽത്താനെ, പിന്നെ മുഗൾ എംപയർ 1826 മുഗൾ എംപയർ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ദിനില്ലാഹിയിലേക്ക് തിരിച്ചു വരികയാണ്. അതിലെ മെയിൻ എയിം ഓഫ് ദിനില്ലാഹി വാസ് ഏതാണെന്നാണ് ഇവിടെ ചോദ്യം. ഏതാണ്? ഡയറക്റ്റ് ആൻസർ ആണ് റിലീജിയസ് ഹാർമണി. റിലീജിയസ് ഹാർമണി. വെരി ഗുഡ്. റിലീജിയസ് ഹാർമണി തന്നെയാണ് ദിനില്ലാഹിയുടെ മേജർ എയിം. 59th question. ശിവാജി മഹാരാജ് ഇസ് നോൺ ഫോർ ഏതാണ്? കേട്ടിട്ടുണ്ടാവല്ലോ ഈ ഒരു പേര്. ഇന്നത്തെ കേരള രാഷ്ട്രീയത്തിലും കൂടെ വളരെ കേട്ടുകേൾവി വരുന്ന ഒരു വാക്കാണ് അല്ലേ. ഇത് ഗെറില്ല വാർഫെയർ ആണ് കേട്ടോ. നമ്മുടെ മറാത്ത എംപയറിൽ ഒളിഞ്ഞു നിന്നുള്ള ആക്രമണം എന്ന് വേണമെങ്കിൽ സിമ്പിൾ ആയിട്ട് പറയാം. ഇറ്റ് വാസ് നോട്ട് ലൈക്ക് ഡയറക്റ്റ് നടക്കാതിരിക്കുക. ഛത്രപതി ശിവാജി ആൻഡ് ഗെറില്ല വാർഫെയർ. പിന്നെ ടിപ്പു സുൽത്താൻ വാസ് പോപ്പുലർലി നോൺ ആസ് ലയൺ ഓഫ് പഞ്ചാബ്, മൈസൂർ, അയൺമാൻ, ഗ്രാൻഡ് ഓൾഡ്മാൻ. എന്താണ് ഉത്തരം? അവിടെ തന്നെ ഉണ്ട്. ടൈഗർ ഓഫ് മൈസൂർ. ടൈഗർ ഓഫ് മൈസൂർ. യെസ്, വെരി ഗുഡ്. പിന്നെ ഖിലാഫത്ത് മൂവ്മെന്റിന്റെ കാര്യമാണ്. ഖിലാഫത്ത് മൂവ്മെന്റ് വാസ് ലെഡ് ബൈ അലി ബ്രദേഴ്സ് ആണ്. അലി ബ്രദേഴ്സ് ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്. പിന്നെ ഡ്രെയിൻ തിയറി വാസ് പ്രൊപ്പൗണ്ടഡ് ബൈ, ഇതിലെ എക്കണോമിസ്റ്റ് ആരാണെന്ന് അറിയാമെങ്കിൽ ഉത്തരം കിട്ടും. ഈ പറഞ്ഞ പേരുകളിൽ ആരാണ്? ദാദാബായി. ദാദാബായി നവറോജിയാണ്. ഡ്രെയിൻ തിയറി എന്താണെന്ന് അറിയാവോ? നമ്മുടെ എക്കണോമിന്ന് ബ്രിട്ടീഷുകാര് ലൂട്ട് ചെയ്തുകൊണ്ട് പോയതാണ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അതാണ് വെൽത്ത് ഡ്രെയിൻ എന്നുള്ളൊരു കോൺസെപ്റ്റ് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് നമ്മുടെ ഇന്ത്യൻ നാഷണലിസ്റ്റും എക്കണോമിസ്റ്റും ഒക്കെ ആയിട്ടുള്ള ദാദാബായി നവറോജിയാണ്. ഓക്കെ, വെരി ഗുഡ്. പിന്നെ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 വാസ് ടു ഈസ്റ്റ് ഇന്ത്യ കമ്പനീനെ റെഗുലേറ്റ് ചെയ്യുക. അതെ, വെരി ഗുഡ്, വെരി ഗുഡ്. അതാണ് ഓപ്ഷൻ ബി. പിന്നെ ലോർഡ് മൗണ്ട് ബാറ്റൻ പ്ലേഡ് എ കീ റോളിൽ, ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു ലാസ്റ്റ് വൈസ്രോയ് ആണ്. അപ്പൊ ഇതിലേതായിരിക്കും ആൻസർ? ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആണ് അല്ലേ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിന് മുമ്പേ കഴിഞ്ഞു. ഇതില് പാർട്ടീഷൻ ഓഫ് ബംഗാളും സ്വദേശി മൂവ്മെന്റും ഒക്കെ ബിഗിനിങ് ഓഫ് 20th century 1905 ആ സമയത്ത് കഴിഞ്ഞു. അതിനു മുന്നേ ഈ റിവോൾട്ട് ഓഫ് 1857 കഴിഞ്ഞു. പിന്നെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസിലാണ് 1946 ജൂൺ തൊട്ടിട്ടുള്ള സമയത്തുള്ള ലോർഡ് മൗണ്ട് ബാറ്റന്റെ ഇടപെടലാണ് ഇൻഡിപെൻഡൻസിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, പിന്നെ വിഡോ റീമാരേജ് ആക്ട് അസോസിയേറ്റഡ് വിത്ത്, നമ്മള് നേരത്തെ പറഞ്ഞായിരുന്നു, ഓർക്കുന്നുണ്ടോ? രാജാറാം മോഹൻ റോയ്. വിഡോ റീമാരേജ് ആക്ടോ? ആ സമയത്ത് അല്ല, അദ്ദേഹം ഈശ്വരചന്ദ്ര വിദ്യാസാഗരൻ. വെരി ഗുഡ്. ചൈൽഡ് മാരേജും അതും സതിയും ഒക്കെയാണ് കേട്ടോ രാജാറാം മോഹൻ റോയ്. ഈ വിഡോ റീമാരേജ് ആക്ട് ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ റസിയ സുൽത്താന ആണ് ആദ്യത്തെ ഫീമെയിൽ ഡൽഹി സുൽത്താന്റെ റൂളർ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ റൂൾഡ് അണ്ടർ വിച്ച് ഡൈനാസ്റ്റി എന്നാണ് നമ്മൾ ക്വസ്റ്റ്യൻ നേരെ തിരിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതില് ഡൽഹി സുൽത്താനേറ്റിലാണ് റസിയ സുൽത്താന വരുന്നത്. മുഗൾ ഡൈനാസ്റ്റിയിൽ നമുക്ക് പ്രധാനപ്പെട്ട സ്ത്രീ കഥാപാത്രങ്ങളൊന്നും തന്നെ ഇല്ല. മൗര്യൻ, ഗുപ്ത അതിന് മുന്നേ ഉള്ള ആൾക്കാരാണ്. മേ ബി അറിയാത്തത് കൊണ്ടും ആവാം. സോ ഡൽഹി സുൽത്താനേറ്റിലാണ് നമുക്ക് ആകെപ്പാടെ പറയാനുള്ള ഒരു സ്ത്രീ കഥാപാത്രം, ദാറ്റ് ഈസ് റസിയ സുൽത്താന. ആൻഡ് ബാബർ കെയിം ഫ്രം വിച്ച് പാർട്ട് ഓഫ് ദ വേൾഡ് ആണ്? നമുക്ക് കിട്ടിയിട്ടുള്ള അറിവുകൾ എന്താ പറഞ്ഞോ?
സെൻട്രൽ ഏഷ്യ ആണോ? സെൻട്രൽ ഏഷ്യ ആണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. സോ അവിടെ നിന്നും ബാബറും കൂട്ടരും നമ്മുടെ ജമ്മു ആൻഡ് പഞ്ചാബ് ഏരിയ വഴി ഇങ്ങോട്ട് എത്തുന്നു. വീണ്ടും നോർത്തിനെ മുഴുവൻ സ്പ്രെഡ് ചെയ്ത് മുഗൾ ഡൈനാസ്റ്റി ഉണ്ടാക്കി എന്നാണ് വിശ്വസിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ബാറ്റിൽ ഓഫ് പ്ലാസി റിസൾട്ടഡ് ഇൻ എന്താണെന്നാണ് ചോദിക്കുന്നത്. എന്താണ്? മുഗൾ ഡിക്ലൈൻ ഒന്നും അല്ല, ആ സമയമൊന്നും അല്ല. ഇതിൽ ബ്രിട്ടീഷ് പൊളിറ്റിക്കൽ ഡൊമിനൻസ് ആണ് കേട്ടോ. ബാറ്റിൽ ഓഫ് പ്ലാസി ആയാലും ബുക്സാർ ആയാലും ഒക്കെ അന്ന് വരെ ട്രേഡിംഗ് കമ്പനി ആയിട്ട് തന്നെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഉള്ളത്. പക്ഷെ ഈ പ്ലാസി യുദ്ധമൊക്കെ ജയിച്ചു കഴിഞ്ഞതിന് ശേഷം അവർ അഡ്മിനിസ്ട്രേഷനിലേക്കും പൊളിറ്റിക്കൽ കൺട്രോളും ഒക്കെ കിട്ടിത്തുടങ്ങുന്നത് ഈ ബാറ്റിൽ ഓഫ് പ്ലാസിയിൽ റോബർട്ട് ക്ലീവിന്റെ ഈ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ കാരണമാണ്. സോ ബാറ്റിൽ ഓഫ് പ്ലാസി ജയിച്ചുകൊണ്ട് എന്താ പ്രയോജനം ഉണ്ടായെന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് കംപ്ലീറ്റ്ലി ഇൻ ടു അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, അതിൽ മറാത്ത, ഫ്രഞ്ച്, മുഗൾസിന് യാതൊരു റോളും ഇല്ല. ബംഗാൾ ഏരിയയിൽ ബ്രിട്ടീഷുകാരും അന്നത്തെ നവാബുമാരായിട്ടുള്ള സിറാജുദ്ദൗള, മിർ ഖ്വാസിം അങ്ങനെയുള്ളവരൊക്കെ ആയിട്ടാണ് ഈ വാറിന്റെ സീരീസ് തന്നെ നടക്കുന്നത്. സോ ബ്രിട്ടീഷ് പൊളിറ്റിക്കൽ ഡൊമിനൻസ് ആണ് ഇവിടെ ഇമ്പോർട്ടൻസ്. ഓക്കെ, നെക്സ്റ്റ് ബാറ്റിൽ ഓഫ് ബുക്സാർ എസ്റ്റാബ്ലിഷ്ഡ് എന്ത് തന്നെയാണെന്നാണ് ചോദിക്കുന്നത്. അതും പൊളിറ്റിക്കൽ കൺട്രോൾ ഓഫ് ബ്രിട്ടീഷ് തന്നെയാണ്. ട്രേഡ് മോണോപോളി ഒക്കെ അതിന് മുമ്പേ അവരുടെ കയ്യിലുണ്ട്. റിലീജിയസ് അതോറിറ്റി അല്ല. ബ്രിട്ടീഷുകാർ അങ്ങനെ ഒരു എയിമിലല്ല തുടങ്ങിയിട്ടുള്ളത്. കൾച്ചറൽ ഡോമിനൻസും അല്ല. സോ പൊളിറ്റിക്കൽ കൺട്രോൾ ഓഫ് ബ്രിട്ടീഷ് ആണ് ഈ ബാറ്റിൽസ് ഒക്കെ കേൾക്കുമ്പോൾ ഓർക്കുന്നത്. ഓക്കെ, നമ്മുടെ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ് ചമ്പാരൻ സത്യാഗ്രഹ വാസ് റിലേറ്റഡ് ടു. ഇത് എന്തായാലും അറിയായിരിക്കുമല്ലോ. ഇൻഡിഗോ കൾട്ടിവേഷൻ. ഇൻഡോ കൾട്ടിവേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ക്ലാസ്സിൽ പറയാനുള്ളത്. കുറേ മെഡീവൽ ഹിസ്റ്ററിയും കുറച്ച് മോഡേൺ ഹിസ്റ്ററി ആയിരുന്നു. ഇൻഡിപെൻഡൻസിന്റെ വർഷങ്ങൾ പ്രശ്നമാണ് എന്നറിയാം. ഇപ്പൊ തന്നെ പോയിട്ട് ഒരു ടൈം ലൈൻ വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് അതന്നെ നോക്കി നോക്കി പഠിച്ചോളാം. ഫുൾ ബൈഹാർട്ട് പഠിക്കണമെന്നല്ല, പക്ഷെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസിന്റെ സമയത്തുള്ള വർഷങ്ങൾ, ഈവൻ മെഡീവൽ ഹിസ്റ്ററി ഓക്കെ പോട്ടെ കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസിലെ ഓരോ വർഷവും പ്രധാനപ്പെട്ടാണ്. അത് പഠിച്ചേ പറ്റൂ, നമുക്ക് അവോയ്ഡ് ചെയ്യാനുള്ള വകുപ്പില്ല. സോ മേ ബി ടൈം ലൈൻ ക്രോണോളജിക്കലി ഓർഡർ അനുസരിച്ച് പഠിക്കുമ്പോൾ എളുപ്പമായിരിക്കാം. അതെന്തായാലും ശ്രമിച്ചു നോക്കുക. ഓക്കെ ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും പറയണ്ടോ? മിസ് മെയിൻ ആയിട്ട് ഈ പാർട്ട് ഹിസ്റ്ററി തന്നെ ചോദിക്കുക. മോഡേൺ ഹിസ്റ്ററി അൺഅവോയ്ഡബിൾ ആണ്. എന്തായാലും ക്വസ്റ്റ്യൻ വരുന്ന സംഭവമാണ്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് എന്നുള്ള ചോദ്യം ഷുവറാണ്. വർഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാച്ച് ചെയ്യുന്നതാവാം. സോഷ്യൽ റിഫോമേഴ്സും തിയറിയും മാച്ച് ചെയ്യുന്നതാവാം. പ്രധാനപ്പെട്ട കോട്ടും അതിന്റെ പറഞ്ഞ ആളെ മാച്ച് ചെയ്യുന്നതാവാം. വോറുകൾ തന്നിട്ട് ഈ വോറുകൾ ആയിരിക്കണം, ഫ്രഞ്ചുകാരായിരുന്നോ മറാത്തകളായിരുന്നോ, ആരാണ് ഇതിൽ ടേക്ക് പാർട്ട് ചെയ്തിരിക്കുന്നത്, ഇത് മാച്ച് ദ ഫോളോയിങ്, ചൂസ് ദ കറക്റ്റ് ആൻസേഴ്സ് ഇങ്ങനെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഹു വാസ് നോട്ട് എ പാർട്ട് ഓഫ് ദിസ് വാർ, നോട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാവുന്ന ഏരിയ ആണ് ഹിസ്റ്ററി. സോ ഇപ്പൊ ഈ ഏരിയ ഒക്കെ പഠിച്ചേക്കാം. ഓക്കെ ഓക്കെ മിസ്. ഓക്കെ, ശരി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ബൈ.